അർജുൻ, ആദ്യം ഓർഡേഴ്സ് ഫോളോ ചെയ്യാൻ പഠിക്കേ. ടെൻഷൻ അടുപ്പിച്ച് കൊല്ലുമെന്നാ തോന്നുന്നേ. ഒന്ന് നോക്കിയേ, ഓപ്പറേഷൻ സക്സസ് ആയില്ലേ സാറേ? പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടും. നോ, എന്റെ സലീം ഭായ് कैसे हो? गड़बड़ मत करो सलीम, इंडिया बदल गया, अब हम भी बुरा लोग बन गए. സലീമിനൊപ്പം വന്ന 15 ബോഡി ഓൾറെഡി കറാച്ചിയിലേക്ക് അയച്ചു. അത് ഖുറേഷി അറിഞ്ഞു. ഖുറേഷിയുടെ മൈൻഡ് റീഡ് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. അവന്റെ പഞ്ചലൈൻ അറിയോ? പ്രതീക്ഷിക്കാതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തത്. ഖുറേഷി, ഞങ്ങൾ അവിടെ നല്ല ട്രെയിനിങ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ചീഫ്, നിങ്ങളുടെ IS ജീവൻ എടുക്കാൻ വേണ്ടിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ഖുറേഷി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. മനസ്സിലായോ? എന്താ ചീഫ്? ഇന്ത്യയിൽ ജീവിക്കുന്ന സകല ജനങ്ങൾക്കും ഭയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. അവർ നടുങ്ങി വിറയ്ക്കും. ഇതധികം വൈകാതെ തന്നെ സംഭവിക്കും. കൃഷ്ണ, നിങ്ങളുടെ ബാങ്കിലെ ലോൺ വേണം ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതെ ആന്റി, ഒരുപാട് പേര് ഇവിടുന്ന് ലോൺ എടുത്തിട്ട് ലണ്ടനിലേക്കൊക്കെ പോകുന്നില്ലേ? അതാ ബാങ്ക് മാനേജർക്ക് പേടി. ആ പിന്നെ, ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് പോവാനാ? ഞാൻ അങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നു. മോർണിംഗ്. നിങ്ങൾ എവിടെയാണ്? മോർണിംഗ് സർ. ഹായ്. ഹായ് മായ. ഹായ് ഭരത്. ഹായ് രഘു. ഹായ് സർ. ആഫ്റ്റർ സോ മെനി ഡേയ്സ് സർ. സർ, നിങ്ങളാരാ എന്റെ സീറ്റിലിരിക്കാൻ? സർ, ഞാൻ ഈ ബാങ്കിലെ മാനേജറാണ്. അറിയുന്നവരെല്ലാം ബോക്ക പരമേശ്വര റാവെന്ന് വിളിക്കും. പിള്ളേരെ അച്ഛന്ന് വിളിക്കും. ഭാര്യ എന്നാടാന്ന് ചോദിക്കും. അല്ലല്ല, അത് അച്ഛനും അമ്മയാണ് എന്നാടാന്ന് ചോദിക്കണേ. മതിയോ കേട്ടത് എന്റെ ഡീറ്റെയിൽസ്? അല്ല മറ്റു പലതും പറഞ്ഞു തരണ? ചോദിച്ചോന്ന്. നിങ്ങൾ ഇവിടെ എന്റെ സീറ്റിലിരുന്നു. എന്താ പറയാൻ പോണേ? എന്താ പറയാൻ ഉദ്ദേശിക്കണേ? എന്റെ 30 കൊല്ലത്തെ സർവീസില് 30 ദിവസം മാത്രമേ ലീവ് എടുത്തിട്ടുള്ളൂ. നീ 3 വർഷ സർവീസില് 365 ദിവസം ലീവ് എടുത്തില്ലേ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. നിനക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലി വാങ്ങിച്ചു തന്നില്ലേ? അവരെയാണ് ശരിക്കും പറയേണ്ടത്. നിനക്ക് ലീവ് തരണം അത്രേ. നിന്റെ വേല ചേർത്ത് എന്നോടാ ചെയ്യാൻ പറയണേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതായത് സാർ, ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയി. അത് തന്നെ. നീ ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ എന്റെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ കൂട്ടിയിട്ട് വന്ന് ടിവിയുടെ മുമ്പിൽ ഇരുത്തും. ടിവിയിലെ മാച്ചൊക്കെ നടക്കും. പക്ഷെ നീ അവിടെ ഉണ്ടാവില്ല. അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവനെ? ഇല്ല സാർ. അത് തന്നെ. അല്ല സാർ, കോച്ചിങ് ക്യാപ്റ്റനും കൂടി എന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നു. 12 പേരെന്ന് പറഞ്ഞ് ബെഞ്ച് കയറി നിർത്താൻ. അല്ല ശരി, അത് വിട്. പ്ലേയേഴ്സിന് എപ്പോഴെങ്കിലും വെള്ളം കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? സാർ, ഞാനൊരു പ്ലെയർ ആണ്, സപ്ലയർ അല്ലെന്ന് പറഞ്ഞു. കണ്ട ഈ ആണ് നിന്റെ ഈഗോ പ്രശ്നം. പ്ലെയർ ആണെങ്കിൽ എല്ലാ ജോലിയും ചെയ്യണം. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ അടുത്ത മാച്ചിൽ ഞാൻ വാട്ടർ കൊണ്ടുവരാം.
എന്ന് വെച്ചാൽ നീ അടുത്ത മാച്ച് കളിക്കില്ലെന്ന്. അത് ശരി, അതല്ലേ ഇരിക്കട്ടെ. ഇതിലുള്ള നമ്പറിനെല്ലാം ഫോൺ ചെയ്യേ. ലോൺ അടയ്ക്കാത്തവരെയാണോ? ഇല്ല കറക്റ്റ് ആയിട്ട് അടച്ചവരാ. ഇനിയിപ്പോ അവരങ്ങനെ വെറുതെ വിട്ടാലേ അവര് ബാങ്ക് അങ്ങ് മറന്നു പോകും. നീ ഗെയിം മറന്നുപോയ പോലെ. സർ. പിന്നെ ഇതിലെ 1000 നമ്പർ ഉണ്ട്. ഇതിൽ 500 പേരെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കടക്കാരാക്കണം. സാർ, ഇത്രയും പേർക്ക് മിസ് കോൾ അടിക്കുമ്പോൾ തന്നെ സമയം ഒരുപാടാവും. പിന്നെ ലോണോ? അതായത് നീ കളിക്കാനായിട്ട് 1 മാസം ലീവ് എടുക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ആദ്യത്തെ ദിവസം തന്നെ എത്ര പേരെ കടക്കാരാക്കുന്നു അതിലാണ് നിന്റെ കഴിവ്. നിന്റെ കോച്ചിനെ ക്യാപ്റ്റനെ പോലെ ഞാൻ അത്ര മോശമായിട്ടുള്ള ആളല്ല. ഈ മാച്ചിൽ നീ ഒരുത്തനാണ് കളിക്കണേ. ശരിക്കും സാർ, ഞാൻ പറഞ്ഞത് സാർ, ഒന്ന് കേൾക്ക് രാമകൃഷ്ണൻ സാർ. സാറേ, ഇതാ 1000 പേരുടെ ഫയലല്ലേ? അതെ സീനു സാർ. മിനിമം 500 പേരെങ്കിലും കടങ്കാരാക്കാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ ചെയർ ഫ്രീ ആണെന്നും പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഈ ഫയൽ നിന്ന് ഇരുത്തിയതാ. അതിന് പറഞ്ഞത് ടീം സ്പിരിറ്റ് ആത്രേ. അപ്പോ നിങ്ങളെല്ലാവരും ഫോൺ ചെയ്തിട്ടാണോ പറയുന്നത്? ആ ചെയ്തു. എന്താ പറഞ്ഞത്? വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞോ? അത് മാത്രമല്ല, പുളിച്ചതെറിയും പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തേ? എന്ത് ചെയ്യാൻ എപ്പോഴും പോലെ റിയാക്ട് ചെയ്തു. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? അത് തന്നെ ഫോളോ ചെയ്യണം. ഹലോ ആന്റി, എന്റെ പേര് രാമകൃഷ്ണൻ എന്നാ. SBD ബാങ്കിൽ നിന്ന് സംസാരിക്കുന്നത്. പേഴ്സണൽ ലോണായിട്ട് ഗോൾഡ് ലോണോ അങ്ങനെ എന്തെങ്കിലും വേണോ? സീനു സാർ, ഇപ്പോഴുള്ള പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അടുത്ത കോൾ ചെയ്യ്, വിശ്വാസം വന്നോളും. ഹലോ, എന്റെ പേര് രാമകൃഷ്ണൻ എന്നാ. SBD ബാങ്കിൽ നിന്ന് സംസാരിക്കുന്നത്. ഓൺലി ബീപ് 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 അങ്ങനെയല്ലേ? അതെ സീനു സാറേ. എന്റെ രാമകൃഷ്ണൻ സാറേ, നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് തുടച്ചു കളയുക, രണ്ടാമത്തതോ വലിച്ചു കീറണം. ആദ്യത്തത് ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമത്തത് ചെയ്യേ, റിവേഴ്സ്. റിവേഴ്സോ? അതെ, അവര് ഫോണിൽ മന്ത്രങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭക്തിയോട് അത് കേട്ടോണ്ടിരിക്കാൻ തെറി വിളിക്കുമല്ലേ? അതെ സാർ. ഇനി എന്തായാലും വരടുത്ത് വെച്ച് കാണാം. പിന്നല്ലാതെ ഞാനില്ലേ കൂടെ. ഹലോ, എന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. SBD ബാങ്കിൽ നിന്ന് സംസാരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പേഴ്സണൽ ലോണിന് 12%, ഹോം ലോണിന് 9%, ഗോൾഡ് ലോണിന് 8% ഉള്ളൂ. എന്ത് ചെയ്യും? എന്തെന്ന് പറയുന്നത്? എന്ത് ലിമിറ്റ്സ്? എന്ത് ക്രോസിംഗ് ലിമിറ്റ്സ്? എടി, വേണ്ടിവന്ന ബോർഡർ വരെ ക്രോസ് ചെയ്യും. അറിയാം നിനക്ക്? അതെടി, എടിന്ന് എന്നെ വിളിച്ച് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കൂടുതൽ പാവായ എന്നെ എല്ലാവരും കൂടി ഒരു വഴിയാക്കുന്നതിന്റെ അടുത്തുള്ള സീൻ സാർ തന്നെയാ പറഞ്ഞത്. അറിയാം നിനക്ക്? എന്ത് ചെയ്യുന്നു? എന്ത് പറയണേ? എന്തെന്ന് പറയണേ? രാമകൃഷ്ണൻ സാറേ, സീൻ സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരുള്ള പ്രശ്നത്തിൽ എന്നെ എന്തിനാ നിങ്ങൾ വലിച്ചഴിച്ചത്? ഇൻസ്പിരിറ്റ് അല്ലേ സാറേ? വളരെ നന്നായി പോയി. എന്റെ നക്ഷത്രം പറഞ്ഞില്ലല്ലോ. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും പറയാം സാറേ. അങ്ങനെ ഫുട്ബോളിന്റെ ഒരു ലോകമായിരുന്നു. എക്സ്ക്യൂസ് മീ, മാനേജറുടെ ക്യാബിൻ എവിടെയാ? അവിടെയാ. താങ്ക് യു. കത്തി പോലെ ഉണ്ടല്ലോ രാമകൃഷ്ണൻ സാറേ. കത്തിയും ബ്ലഡൊക്കെ നമുക്കതിനാ സീന് സാറേ. അത് കയ്യിൽ മുറിവുണ്ടാക്കുള്ളൂ. കൊള്ളാലോ. അവൾ എന്തൊക്കെയാ മാനേജറിനോട് പറയുന്നത്? അയാള് സ്തംഭിച്ച് നിൽക്കുവാണല്ലോ. ആവശ്യമില്ലാതെ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അവള് സാറിന് നല്ല വഴക്ക് പറയുന്നുണ്ടാവും. ഓഹോ, വരൂ മാഡം, വരൂ വരൂ. ഇന്നാ മാഡം, ഇതാണ് നിങ്ങൾ ചോദിച്ച രാമകൃഷ്ണൻ. ഹലോ, ഫോണിൽ എന്നെ വാടി പൊടിന്ന് വിളിച്ചത് നീയാണോ? അതെ, ഇയാള് തന്നെയാ. അതിനിപ്പോ എന്താ? സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സാർ. ടീം സ്പിരിറ്റ് ആണ്. എന്തോന്നടാ സ്പിരിറ്റ് ലിക്കർ എന്ന് വെച്ച്? മിസ്റ്റർ മാനേജർ, ഇന്ന് സാറ്റർഡേ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് മാത്രം ഞാൻ വിടുക. മൺഡേ മോർണിംഗ് 10:30 ആവുമ്പോഴത്തേനും എന്റെ മൊത്തം അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ആക്സിസ് ബാങ്കിലേക്ക് മാറ്റണം. അയ്യോ, അങ്ങനെ ദേഷ്യത്തിൽ ഒരു ആക്ഷൻ എടുക്കല്ലേ മാഡം. അല്ല, ഒരു പെഗ് അടിച്ച് ഒരു AC ഇട്ടിട്ട് കൂളായിട്ട് ആലോചിക്കും മാഡം. അതിന്റെ അർത്ഥം എന്താ? ലോൺ ഞാൻ എപ്പോ വാങ്ങുന്ന ഇയാൾ പറയണോ? ഞാൻ എപ്പോഴാ ഡിസിഷൻ എടുക്കേണ്ടത് താൻ പറയണോ? അയ്യോ, ഞാൻ പറഞ്ഞത് അതല്ല മാഡം. എന്തിനാ സാർ അവരുമായിട്ട് സംസാരിക്കുന്നത്? നമ്മുടെ ബാങ്കിൽ 1000 മുടിയുണ്ട്, അതിലൊരു മുടി അത്രേ ഉള്ളൂ. നിങ്ങൾ ചെല്ലു മാഡം. എന്നെ മുടിയെന്നാണോ വിളിച്ചേ? അതെ, അതിനിപ്പോ എന്ത് ചെയ്യുന്ന? രാമകൃഷ്ണൻ സാർ ടീം സ്പിരിറ്റ് സാറേ. എന്ത് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത്? പിന്നെ ചിരിക്കുന്നോ? മാനേജർ, മാഡം. മൺഡേ 10:30 ആക്സിസ് ബാങ്കിൽ നിന്ന് എനിക്ക് കോൾ വരണം, അക്കൗണ്ട് ഹാൻഡ് ഓവർ ചെയ്തായിട്ട്. അല്ലെങ്കിൽ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കും. പിന്നെ നിങ്ങളുടെ അവസ്ഥ ഊഹിക്കാലോ. ഗുഡ് ബൈ. മനസ്സിലാക്കി? ബാങ്കിൽ 1000കണക്കിനുള്ള മുടി ഉണ്ടാവും. പക്ഷെ ഈ ബാങ്കിൽ അവരാണ് ഏറ്റവും വലിയ മുടി. എന്നിട്ട് ആ മുടിയില്ലേ, ചേച്ചി,
അവരുടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയാണ് ഇവിടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത്. ഇവളൊക്കെ വലിയ പുള്ളിയാണോ? ആ വലിയ പുള്ളി തന്നെയാ, ഐശ്വര്യ മാം. ഐശ്വര്യ റായ് ഒന്നുമല്ലല്ലോ. ആ അവരെക്കാളും വളരെ വലുതാന്ന്. ബ്ലൂ കാർഡ് ഇന്ത്യയുടെ മാനേജ്മെന്റ് ഹെഡ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? മാഡം വിചാരിച്ചാല് അവർക്കും ഒരു ബാങ്ക് തുടങ്ങാം. എവിടെ ഒരു റിസർവ് ബാങ്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞേ? ഈ അഹങ്കാരമാ വേണ്ടെന്ന് പറഞ്ഞ. ഇനി ആവശ്യമില്ലാത്ത വർത്താനൊന്നും വേണ്ട. അവർ ഒരു ദിവസം എനിക്ക് സമയം തന്നിട്ടുണ്ട്. അതേ സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവരുടെ അക്കൗണ്ട് ഈ ബാങ്കിൽ തന്നെ ഉണ്ടാവണം. അതിന്റെ ജോലി നിങ്ങൾ തന്നെ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ല, ഞാൻ മാത്രം ഉണ്ടാവും. ആരുടെ അത്? റിംഗ് ടൂണാ സാറേ. അങ്ങനെയാണെങ്കിൽ